യൂലിയ ബ്യൂസ്റ്റിക് എന്ന റഷ്യക്കാരി 2022 വീട്ടിനുള്ളിൽ വെച്ച് ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. മരണപ്പെടുമ്പോൾ അവർക്ക് 85 വയസ്സുണ്ടായിരുന്നു. എന്നാൽ പ്രായത്തിൻ്റെ അവശത അവർക്കില്ലായിരുന്നു. അന്ന് ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ ജയിൽ മോചിതനായി പുറത്തു വന്ന 29 വയസ്സുകാരനായ ഇവാൻ റൊസോമോക്കിൻ എന്ന കൊടും ക്രിമിനലായിരുന്നു ആ മുത്തശ്ശിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ആ കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും ഉക്രൈനോട് യുദ്ധം ചെയ്യാനായി വീണ്ടും ഇപ്പോൾ 2024 ഓഗസ്റ്റ് മാസത്തിൽ അയാൾ ജയിൽ മോചിതനായിരുന്നു. റഷ്യയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ്റെ സുഹൃത്ത് പ്രിഗോഷിൻ റഷ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സമാന്തര സൈന്യമായിരുന്നു വാഗ്നർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയായിരുന്ന ഇവാൻ റൊസോമോക്കിൻ 2 വർഷം മുമ്പ് ജയിൽ മോചിതനായി യുദ്ധമുഖത്തേക്ക് പോയത്. ഉക്രൈനോട് യുദ്ധം ചെയ്തതിനാൽ തുടർശിക്ഷ റദ്ദാക്കപ്പെട്ട് വീട്ടിൽ പോകാൻ അയാൾക്ക് അനുവാദം കിട്ടി. പക്ഷേ നാട്ടിലെത്തിയതോടെ റോസോക്കിൻ 85-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. യൂലിയയെ കൊലപ്പെടുത്തിയ കേസിൽ റൊസോമാക്കിനെ 23 വർഷത്തെ ശിക്ഷയ്ക്ക് വീണ്ടും കോടതി വിധിക്കുകയുണ്ടായി. അയാളെ അതിസുരക്ഷ ജയിലിൽ അടച്ചിരുന്നുവെങ്കിലും ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ ഓഗസ്റ്റ് മാസത്തിൽ അയാളെ വീണ്ടും ജയിൽ മോചിതനാക്കി. പുടിനെതിരെ ഇത് വലിയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. റഷ്യ ഉക്രൈൻ സമ്പൂർണ്ണ യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും യുദ്ധമുഖത്തേക്ക് ജയിലിൽ നിന്നുള്ള ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്യുന്നത് തുടരുകയാണ് റഷ്യ. വാഗ്നർ ഗ്രൂപ്പ് റഷ്യ വിടുകയും അതിൻ്റെ നേതാവായിരുന്ന പ്രിഗോഷിൻ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ജയിലിൽ നിന്നുള്ള ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്യുന്നത് അവസാനിച്ചു എന്നാണ് ലോകം കരുതിയത്. എന്നാൽ വാഗ്നർ ഗ്രൂപ്പ് കാണിച്ചു കൊടുത്ത ആ വഴിയെ തന്നെ സഞ്ചരിക്കുകയാണ് റഷ്യ ഇപ്പോഴും. ഇത് വലിയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. കാരണം റൊസോമോക്കിനെ പോലെ കൊടും കുറ്റവാളികളാണ് സൈന്യത്തിൻ്റെ ഭാഗമാകാൻ ഇപ്പോഴും ജയിൽ മോചിതരാകുന്നത്. ജയിലിൽ കഴിയുന്ന കൊടും ക്രിമിനലുകളായിരുന്നു നേരത്തെ വാഗ്നറുടെ പ്രധാന പോരാളികൾ. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ യുദ്ധവീരനായി ജയിൽ ശിക്ഷയിൽ നിന്ന് മോചനം. അതായിരുന്നു ക്രിമിനലുകൾക്ക് മുന്നിലെ വാഗ്ദാനം. മരിക്കാതെ നോക്കേണ്ടത് അവരവരുടെ മാത്രം ഉത്തരവാദിത്വമായിരുന്നു. കൂടാതെ നല്ല ശമ്പളവും അവർക്ക് ലഭിക്കുമായിരുന്നു. ഉക്രൈനെതിരെ യുദ്ധമുഖത്ത് ഇവരെ നിരത്തിയപ്പോൾ വലിയ മുന്നേറ്റമായിരുന്നു റഷ്യൻ സൈന്യത്തിന് ഉണ്ടായിരുന്നത്. ബക്മൂത്ത് എന്ന നിർണായക നഗരം റഷ്യൻ സൈന്യത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും ഈ വാഗ്നർ പോരാളികളുടെ കരുത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാഗ്നർ ഗ്രൂപ്പ് പിരിഞ്ഞുപോയിട്ടും അവരുടെ തലവൻ കൊല്ലപ്പെട്ടിട്ടും റഷ്യ വാഗ്നർ ഗ്രൂപ്പ് കാണിച്ച പുതിയ യുദ്ധവഴി ഇപ്പോഴും പിന്തുടരുന്നത്. പീഡനക്കേസിലും കൊലപാതക കേസിലും മറ്റ് കുറ്റകൃത്യങ്ങളിലും പെട്ട ആയിരക്കണക്കിന് ക്രിമിനലുകളാണ് റഷ്യയ്ക്ക് വേണ്ടി ഇപ്പോഴും ജയിലിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നത്. പലരുടെയും വിവരങ്ങൾ പുറത്തു വരുന്നുമില്ല. അതിൽ ഭൂരിഭാഗം പേരും ഉക്രൈൻ നഗരങ്ങളിൽ യുദ്ധത്തിനിടെ ക്രൂരമായി കൊല്ലപ്പെടുന്നുമുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ട്. ചുരുക്കം ചിലർ മാത്രം രക്ഷപ്പെട്ടു വരുന്നു. ജയിലുകളിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ റഷ്യൻ സൈന്യം തന്നെയാണ് നേരിട്ട് നടത്തുന്നത്. ഇതിനെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാക്കിയതോടെ വലിയ തോതിൽ ഇത്തരം നിയമനങ്ങൾ നടത്തപ്പെടുന്നുമുണ്ട്. ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന സമയത്ത് തന്നെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കരാറിൽ ഒപ്പിടാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ളവർക്ക് ജയിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കും. യുദ്ധത്തിലെ പ്രകടനം അടിസ്ഥാനമാക്കി സർക്കാർ പ്രത്യേക ചില അവാർഡുകൾ നൽകും. ക്രിമിനലുകളെ ഇങ്ങനെ യുദ്ധത്തിന് അയക്കുന്നത് യുദ്ധ നിയമത്തിൻ്റെ ലംഘനമാണ്. എന്നാൽ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പുടിൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഉക്രൈനും ജയിലിൽ നിന്നുള്ളവരെ യുദ്ധത്തിന് ഇങ്ങനെ അയക്കുന്നുണ്ടെങ്കിലും കൊലപാതകം, ലൈംഗിക പീഡന കേസുകൾ എന്നിവയിൽ ശിക്ഷിക്കപ്പെട്ടവരെ അതിലേക്ക് അവർ പരിഗണിക്കുന്നില്ല. യുദ്ധം പൂർണ്ണ രീതിയിൽ ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോൾ സൈനികരുടെ ആൾബലത്തിൽ വലിയ കുറവാണ് റഷ്യക്കുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങൾക്കിടെ മാത്രം 70,000-ഓളം റഷ്യൻ സൈനികരെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് 6 മാസം യുദ്ധം ചെയ്താൽ പിന്നീട് മോചനം എന്ന വലിയ വാഗ്ദാനമാണ് കൊടും ക്രിമിനലുകൾക്ക് മുന്നിൽ ഇപ്പോൾ സർക്കാർ വെക്കുന്നത്. അതോടെ ഭാഗ്യ പരീക്ഷണത്തിന് ഇവർ മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നത്.